ഹൃദയപൂർവ്വം വണക്കം, നമസ്കാരം. ഇത് നമ്മുടെ ചിറ്റൂർ, നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത്, കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം, കുന്നങ്കാട്ടുപതി പാൽ സൊസൈറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗോപാൽ രത്ന എന്നുള്ള അവാർഡിനെ അർഹമായിരിക്കുന്നു. അതെ, ഇത് ഒരു ചെറിയ വിഷയം അല്ല. നെഗറ്റീവ് വാർത്തകൾ വൈറലാകുന്ന ഈ കാലഘട്ടത്ത് ഈ ക്ഷീരോത്പാദക സംഘം, കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് അവാർഡായ ഗോപാൽ രത്ന അവാർഡ് എന്നുള്ള അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? അതെ, ചിറ്റൂർ എന്ന് വെച്ചാൽ സംസ്കാരവും ചരിത്രവും പண்பாടും അത്രയും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. ചിറ്റൂർ താലൂക്ക്, ചിറ്റൂർ MLA നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, നെല്ലേപ്പള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി, പൊൽപ്പുള്ളി, പെരുവമ്പ് എന്നുള്ള ഈ ഭൂപ്രദേശങ്ങളിൽ 100 ലിറ്റർ സ്പിരിറ്റ് ഇപ്പോ പിടിക്കപ്പെട്ടാൽ കേരളം ഫുള്ളും ആഘോഷിക്കുന്ന വാർത്തയാകും. പക്ഷേ ഒരു നല്ല വാർത്ത, ഒരു നല്ല വിഷയം എന്തുകൊണ്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കാത്തത്? ആഘോഷിക്കണം. ആണ്ടിന് നാഷണൽ ഗോപാല രത്ന അവാർഡ് 2ാം സ്ഥാനം ഞങ്ങളുടെ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ബിൽമ ചെയർമാൻ ശ്രീ KS മണി അവർക്ക് നന്ദി പറയുന്നുണ്ട്. കൂടാതെ ഈ ആപ്ലിക്കേഷൻ പൂർത്തി ചെയ്യാനും അതിന് സഹായിച്ച PND സ്റ്റാഫ് மற்றும் അതിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവർക്കും സംഘത്തിൻ സാർബിലും ഇവിടെയുള്ള കൃഷിക്കാരന്റെ സാർബിലും നന്ദി പറയുന്നു. അതെ, വരൾച്ച, പറമ്പിക്കുളം ആളിയാർ വെള്ളം, വലത് കനാലിൽ വെള്ളം ഇല്ല. ഒരു വർഷത്തിൽ 7 ദിവസവും 10 ദിവസവും മാത്രമേ വെള്ളം കിട്ടുള്ളൂ. അത്രയും മഴ നിഴൽ പ്രദേശമായ 1968 ഫെബ്രുവരി 19 കൊഴിഞ്ഞാമ്പാറ ഫർക്ക ഈ മഴ നിഴൽ പ്രദേശം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. കരുമ്പില്ല, നെല്ലില്ല, ഇല്ലാതായി, തെങ്ങ് വീഴ്ച. ഇത്രയും ബുദ്ധിമുട്ടിലും പശുക്കൾക്ക് തീറ്റപ്പുല്ല് വെക്കുകയും ആ തീറ്റപ്പുല്ലുണ്ടാക്കി പശു വളർത്തി പാൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത അത്രയും അധ്വാനിക്കുന്ന ജനത. അതെ, ഒരു ദിവസം 5000 ലിറ്ററിൽ കൂടുതൽ ഭൂഗർഭജലം എടുക്കാൻ പാടില്ല. കർഷകർക്ക് നിയന്ത്രണമാണ്. ഫ്ലോ മീറ്റർ നിലവിലുണ്ട്. 5000 ലിറ്ററിൽ കൂടുതൽ എടുത്താൽ ഫൈൻ അടയ്ക്കണം. ഇത്രയും നിയന്ത്രണങ്ങളും ഇത്രയും ബുദ്ധിമുട്ടിലും ഈ ക്ഷീര കർഷകർ അധ്വാനിക്കുന്ന സമൂഹം, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, എന്തിന് ഭാഷ വ്യത്യാസം പോലും ഇല്ലാതെ അധ്വാനിക്കുന്ന ജനസമൂഹം. വെള്ളാള കൗണ്ടറും വേട്ടുവ കൗണ്ടറും ചെട്ടിയാറും മുതലിയാറും പിള്ളയും ഈളവരും നായരും മുസ്ലിമും ക്രിസ്തുവരും പശു വളർത്തുകയാണ്. ഇവരെല്ലാം അധ്വാനിക്കുക പറഞ്ഞ ചെറിയ അധ്വാനമല്ല. രാവിലെ 3 മണിക്ക് തുടങ്ങുന്ന ജീവിതമാണ്. പശുവിന്റെ മൂത്രത്തിലും ചാണകത്തിലും ഉരുണ്ട് പെരണ്ട് ജീവിക്കുക. ഉച്ചയ്ക്ക് വീണ്ടും ഈ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അധ്വാനത്തിന്റെ ഫലനാണ് ഇത്രയും പാൽ സൊസൈറ്റികൾ, ക്ഷീരോത്പാദക സംഘങ്ങൾ ഇവിടെ നിലവിലുള്ളത്. അതിൽ വമ്പൻ വിജയമാണ് കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം ഇപ്പോൾ നേടിയിട്ടുള്ളത്. അതെ, 32 വർഷങ്ങൾക്ക് മുമ്പ് 6 കർഷകരിൽ നിന്നും പാൽ സംഭരിച്ചുകൊണ്ട് തുടങ്ങിയ ഈ സൊസൈറ്റി ഇപ്പോ 32 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ദിവസം 29,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം കടന്ന് ചിന്തിക്കേണ്ട, ആഘോഷിക്കേണ്ട വിഷയമാണ് കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം പാൽ സൊസൈറ്റിയുടെ ഈ ഗോപാൽ രത്ന അവാർഡ്, നാഷണൽ അവാർഡ് നമ്മൾ സംസ്ഥാനം ഒട്ടാകെ ആഘോഷിക്കേണ്ട വൻ വിജയമാണ്. കാരണം ഇപ്പോ ഒരു 100 ലിറ്റർ സ്പിരിറ്റ് പിടിക്കപ്പെടുകയാണെങ്കിൽ കേരളം ഒട്ടാകെ ഏത് പാർട്ടിക്കാരാണോ സ്പിരിറ്റ് കടത്തിയത് ആ പാർട്ടിക്കാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ആഘോഷിക്കുന്ന വാർത്തയാകും. നെഗറ്റീവ് വാർത്ത, നെഗറ്റീവ് വൈറൽ. അതാണോ ശരി? അല്ല. ഇപ്പോ ഈ വൻ വിജയം ഈ ക്ഷീരോത്പാദക സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ക്ഷീര കർഷകരും, ഈ പാൽ സൊസൈറ്റിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ഓരോ ഉദ്യോഗസ്ഥരും ഇതിനെ അർഹതപ്പെട്ടവരാണ്. നമ്മൾ ആഘോഷിക്കേണ്ട ഒരു വൻ വിജയമാണ്. പോസിറ്റീവ് വാർത്തയാണ് ഇത്. നമ്മൾ ആഘോഷിക്കണം. வணக்கம். நான் குணங்காட்டுப்பதி பால் சொசைட்டி பிரசிடெண்ட் சி ஆனந்த். இவர் எங்களுடைய செக்ரட்டரி திரு ஜெயபிரகாஷ்.
எங்களுடைய பகுதியில் வந்து இப்போ பார்த்தீங்கன்னா முதல்ல வந்து தென்னை மரம் ஒரு மிகச்சிறந்த விவசாயம் இருந்தது. ஆனால் அந்த தென்னை மரமும் முடிஞ்சிருச்சு. அதுக்கப்புறம் இப்போ வந்து பச்சை காய்கறி வச்சுருந்தாங்க, அதுவும் முடிஞ்சிருச்சு. எல்லாம் அழிஞ்சிருச்சு, அவ்வளோதான். தென்னை மரமெல்லாம் எங்கே வேற ஒரு வருமானமே இல்லாமல் ஆகிப்போச்சு. பச்சை காய்கறிகளும் இல்லாமல் ஆயிடுச்சு. அப்போ எங்களுடைய பெரியவங்கெல்லாம் சேர்ந்து கண்டுபிடிச்சது தான் இந்த பால் தொழில். எல்லாம் எங்கள் தென்னை மரம் அழிஞ்சதுனால தோட்டத்தில் தென்னை மரத்தில் வெட்டிட்டு பச்சை புல்லு வச்சாங்க. பச்சை புல்லு வச்சுட்டு என்ன பண்ணுறதுன்னு தெரியாமல் மாடு வாங்கி பால் கறந்தாங்க. 1993ஆம் வருடம் வந்து இந்த சொசைட்டி வந்து தொடங்கப்பட்டது. முதல்ல வந்து ஒரு 68 லிட்டர் பால் மூலமாக இந்த சங்கம் தொடங்கி இருக்குது. இந்த சங்கத்தில் இப்போ வந்து எவ்வளோ இருக்குன்னு கேட்டிங்கன்னா 29 லிட்டர் பால் வந்து எங்கள் விவசாயிகள் அளந்துட்டு இருக்கிறாங்க. அதுவும் வந்து 2 வார்டிலிருந்து அளக்கக்கூடியது தான் இந்த 29 லிட்டர் பால். அது மட்டும் இல்லாமல் எங்கள் சங்கத்தினுடைய ஒரு இந்த போர்டினுடைய கோட்பாடு என்னென்னு பார்த்தீங்கன்னா, சங்கம் தான் விவசாயி, விவசாயி தான் சங்கமும் நாங்கள் செயல்பட்டு இருக்கிறோம். இந்த சங்கத்தில் இது வரைக்கும் வந்து பார்த்தீங்கன்னா விவசாயிகளுக்கு தான் முன்னுரிமை கொடுத்து எல்லாமே செயல்பட்டு இருக்குது. எல்லா பொங்கலுக்கும் பொங்கலுக்கும் தீபாவளிக்கும் வந்து லாபத்திலிருந்து வரக்கூடிய தொகையை வந்து பிரித்து இன்சென்டிவாகவும் போனஸும் நாங்கள் கொடுத்துட்டு இருக்கிறோம். அது மட்டும் இல்லாமல் சங்கத்தில் வந்து கவு லிஃப்டிங் மிஷின், அதாவது மாடு தூக்குற நோய்வாய்ப்பட்ட மாடு தூக்குற மிஷின் வச்சுருக்கிறோம். அது மட்டும் இல்லாமல் விவசாயிகளுக்கு கொடுக்கக்கூடிய அவங்க வீட்டில் ஏதாச்சும் விசேஷம்னா அவங்க கொடுக்குற சேரு, டேபிள், அந்த மாதிரி நிறையா காரியங்களெல்லாம் வச்சுருக்கிறோம். அது மட்டும் இல்லாமல் புல்கிருஷி செய்கிறவங்களுக்கு கொஞ்சம் ஊக்கத்தொகை கொடுக்குறோம். இந்த பகுதியில் SC ST இருக்கிறதுனால அவங்களுக்கும் ஊக்கத்தொகை கொடுத்துருக்குறோம். ரிவால்விங் ஃபண்டு மூலிமா 50,000 ரூபா ரிவால்விங் ஃபண்டு கொடுத்துட்டுருக்குறோம். அது வந்து வட்டி கிடையாது. வட்டி இல்லாமல் மொத்தம் ஒரு 25 பேர்த்துக்கு மேற்கும் 50,000 ரூபா கொடுத்துட்டுருக்குறோம். மாதமாக வாரம் பேமெண்ட்டில் தான் பிடிச்சிட்டு இருக்கு, வட்டி கிடையாது. இதெல்லாம் எதுக்கு கொடுக்குறோம்னா பாலை வந்து கூடுதல் உற்பத்தி பண்ணுவோன்ட்டு தான். அது மட்டும் இல்லாமல் எங்களுடைய பகுதியில் எங்கள் விவசாயிகளுடைய குழந்தைங்க வந்து எல்லாம் MA படிச்சுட்டு, BA படிச்சுட்டு, எல்லாருமே MPhil படிச்சுட்டு எல்லாருமே வந்து இந்த தொழில் தான் பண்ணிட்டு இருக்கிறாங்க. எல்லாமே மாட்டு தொழிலுக்கு, பால் தொழிலுக்கு வந்தாச்சு. இது உண்மைதான். நாங்கள் வேணாலும் அதை அதிகாரப்பூர்வமாக கொடுக்க தயாராக இருக்கிறோம். MPhil படிச்சுட்டு ஒருத்தர் வந்து வக்கீல் படிச்சுட்டு IT கம்பெனிக்கு வேலைக்கு போயிட்டு வந்து பால் தொழில் பண்ணுறாங்க. ஆனால் பால் தொழில் வந்து லாபம் இருக்குதா இல்லையான்னு கேட்டால் லாபம் இல்லை தான். அதாவது ஒரு விவசாயி காலையில் 2 மணிக்கு எந்திரிச்சாருங்கன்னா அவங்க வந்து காலையில் 6:30 7 மணி வரைக்கும் வேலை செஞ்சு போட்டு 2 மணி நேரக்காக படுப்பார். அதுக்கப்புறம் மறுபடியும் அந்த வேலை ரொட்டேஷனாக போயிட்டுருக்குது. இது எல்லாமே வந்து விவசாயிகளுடைய எப்படி சொல்லணும்னே வார்த்தையே இல்லை. இந்த கோபால ரத்னா விருது கிடைச்சது வந்து எங்கள் போர்டு சார்பாகவும் சங்கத்தின் சார்பாகவும் ஒவ்வொரு விவசாயிகளுக்கு அவங்க பாடுபடக்கூடிய மண்ணுக்கும் அவங்களுக்கும் நாங்கள் സമർപ്പിக்கிறோം. നന്ദി, വണക്കം, ജയഹിന്ദ്. എന്താണ് രാഷ്ട്രീയം? ഇവിടുത്തെ രാഷ്ട്രീയം കച്ചവടം, ജാതി, മതം കുത്തിത്തിരിപ്പുണ്ടാക്കുക, അതാണോ രാഷ്ട്രീയം? ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഒരു പാർട്ടിയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുക, ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുക, ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക. ഇത് പാർട്ടി ബോധമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും സുരക്ഷയ്ക്കും ഇവിടെ ആവശ്യം പാർട്ടി ബോധം അല്ല, രാഷ്ട്രീയ ബോധവും നീതിബോധവുമാണ് ഇവിടെ വേണ്ടത്. ദൈവികമായ മകത്താന നമ്മുടെ പരമോന്നതമായ നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് ആ രാഷ്ട്രബോധമാണ്, ആ നീതിബോധമാണ്. അതാണോ ഇവിടെ ഉള്ളത്? ഇപ്പോ നിങ്ങൾ ഒരു പാർട്ടിയിലാണെങ്കിൽ ആ പാർട്ടിയുടെ കൊടി പിടിക്കലോ ആ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കലോ അല്ല രാഷ്ട്രീയ ബോധം. ആ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്തത് കൊണ്ട് മാത്രം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകൻ ആകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലുള്ള ഒരാള് അനീതിയും അക്രമവും ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുക, ന്യായീകരിക്കാൻ ഇറങ്ങുക. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ അല്ലാതെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആളുകൾ അനീതി ചെയ്യുമ്പോൾ, അക്രമം ചെയ്യുമ്പോൾ തൊണ്ടഹീര പ്രതികരിക്കുക, വെല്ലുവിളിക്കുക. അതാണോ രാഷ്ട്രീയം? അതാണോ നീതിബോധം? അല്ല. രാഷ്ട്രീയത്തെക്കാളും രാഷ്ട്രമാണ് വലുത്. ഇത് പറയാൻ കാരണം ഇത് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് 100 ലിറ്റർ സ്പിരിറ്റ് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരെല്ലാം ആഘോഷിക്കും. ശരിയാണോ? കാരണം ഇവിടെ ചിറ്റൂർ എന്ന് വെച്ചാൽ പുറത്തുള്ള കേരളം ഒട്ടാകെ അറിയപ്പെടേണ്ടത്
സ്പിരിറ്റ് മാഫിയ എന്നോ കള്ളു മാഫിയ എന്നോ MDMA മാഫിയ എന്നോ അല്ല. തുഞ്ചത്ത് എഴുത്തച്ഛൻ, ചരിത്ര പുരുഷൻ ഉറങ്ങുന്ന സ്ഥലമാണിത്. മഹാനായ KA ശിവരാമ ഭാരതി ഉറങ്ങുന്ന സ്ഥലമാണിത്. ചിറ്റൂർ ഭഗവതി അമ്മയുടെ കൊങ്ങൻപടയുടെ സ്ഥലമാണിത്. ക്ഷീര കർഷകരുടെ സ്ഥലമാണിത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീരോത്പാദനം, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ചിറ്റൂർ. ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചിറ്റൂർ. എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി എന്നൊക്കെയാണ് ചിറ്റൂർ മൊത്തം കേരളത്തിലും മൊത്തം ഇന്ത്യയിലേക്കും അറിയപ്പെടേണ്ടത്. അല്ലാതെ തെറ്റായ വാർത്തകളിലൂടെ അല്ല. അത് നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം നേടിയിട്ടുള്ള ഈ ഗോപാൽ രത്ന അവാർഡ് എന്നുള്ള ദേശീയ അവാർഡ് ചെറുതല്ല. നമുക്കും ആഘോഷിക്കാം. രാഷ്ട്രീയം, ജാതി, മതം, ഭാഷ എന്നുള്ള എല്ലാ വ്യത്യാസങ്ങളും കളഞ്ഞ് നമുക്കൊന്നിച്ച് ആഘോഷിക്കാം ഈ അധ്വാനിക്കുന്ന ജനതയുടെ ഈ നേട്ടത്തെ. അതെ, വെള്ള വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ എന്നുള്ള ഒരു വൻ വിപ്ലവം ഉണ്ടാക്കിയ മഹത്തായ വ്യക്തിയായ അമുൽ കുര്യൻ, അതുപോലെ തന്നെ ചിറ്റൂർ ഭൂപ്രദേശത്തുള്ള എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി ഈ ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം കുറെ അമൂൽ കുര്യന്മാർ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥ ചരിത്ര സത്യം. അതെ, പശുക്കൾക്ക് CO2 ആണോ CO3 ആണോ തീറ്റപ്പുല്ല്, അല്ല നേപ്പിയർ എന്നുള്ള പുതിയ പുല്ലാണോ, ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി ഓരോ പശു വളർത്തുന്ന ക്ഷീര കർഷകനും അതിൽ റിസർച്ച് ചെയ്ത് സ്വയംഭ് എന്ന് പറയും തമിഴില്, സ്വയം വളർന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പാൽ സൊസൈറ്റികൾ വൻ പാൽ സൊസൈറ്റികളായി വളർന്നു നിൽക്കുകയാണ് ഇപ്പോ. അതെ, ഈ ക്ഷീര കർഷകരെല്ലാം, ഈ പാൽ സൊസൈറ്റിയിൽ അധ്വാനിക്കുന്ന ഓരോ വ്യക്തികളും സ്വയംഭുകളാണ്. സ്വയംഭു എന്ന് വെച്ചാൽ സ്വയം സൃഷ്ടിക്കപ്പെടുന്ന എക്സ്പേർട്ടുകൾ. അതെ, അവർക്ക് നാം തലൈവണങ്ങളാം. അതെ, ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളതുപോലെ ഈ കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം പാൽ സൊസൈറ്റി പോലെ തന്നെ ഉടനീളം ഉള്ള പാൽ സൊസൈറ്റികളിലുള്ള എല്ലാവരും അധ്വാനിക്കുകയാണ്. ഇപ്പോഴും ഗോപാൽ രത്ന അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഈ കുന്നങ്കാട്ടുപതി പാൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തികളും, ഓരോ ക്ഷീര കർഷകരും അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് ഈ വൻ വിജയം. കാരണം ചെറുതല്ല ഈ വിജയം. ഇതുപോലെ കുറെ സൊസൈറ്റികൾ രാവും പകലും അർദ്ധരാത്രി പോലും പശുവിനെ വെള്ളം വെക്കാനുമുള്ള അധ്വാനം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ആ അധ്വാനത്തിന്റെ വിഷയം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അതാണ് ചിറ്റൂർ. ചിറ്റൂർ എന്ന് പറഞ്ഞാൽ ഇനി അറിയപ്പെടേണ്ടത് ഇങ്ങനെയുള്ള പോസിറ്റീവ് വിഷയങ്ങൾ കൊണ്ടാണ്. ഇത്രയും ക്ഷീരകർഷകർ അധ്വാനിക്കുന്നതിന് രാഷ്ട്രീയമില്ല. കാരണം നമ്മുടെ ചിറ്റൂർ ഭൂപ്രദേശത്ത് കള്ളിനും സ്പിരിറ്റിനും ലഹരി പദാർത്ഥങ്ങൾക്കും കൊടുക്കുന്ന പ്രാധാന്യം പോലും പാലിനും പാൽ ഉൽപ്പാദിക്കുന്ന ക്ഷീരകർഷകർക്കും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാത്തത് വേദനാജനകമാണ്. എത്രയോ തടസ്സങ്ങൾ, എത്രയോ ബുദ്ധിമുട്ടുകൾ, എത്രയോ രാഷ്ട്രീയ ഇടപെടലുകൾ, സ്വന്തം സൊസൈറ്റിയിൽ തന്നെ ഉള്ള ഡയറക്ടർ ബോർഡിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത്രയും തടസ്സങ്ങളെല്ലാം കടന്ന് ഒരു പാൽ സൊസൈറ്റി ക്ഷീരോത്പാദക സംഘം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നത് എത്രയും ബുദ്ധിമുട്ട് എന്നുള്ളത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ഇത്ര നേട്ടങ്ങൾ നേടുമ്പോൾ രാഷ്ട്രീയക്കാർ, ഭരണ പ്രതിപക്ഷക്കാരെല്ലാം അടുത്തു വന്ന് അവരും ആ വിജയത്തിലെ പങ്കാളികളാകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ വൻ വിജയം ആരും ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട്? നെഗറ്റീവ് വാർത്തകൾ വൈറലാക്കാൻ നമ്മൾ പെടാപാടുപെടുമ്പോൾ പോസിറ്റീവ് വാർത്തകളും നമുക്ക് വൈറലാക്കണം. കാരണം ചിറ്റൂർ എന്ന ഭൂപ്രദേശം അറിയപ്പെടേണ്ടത് ചരിത്രവും സംസ്കാരവും ഇങ്ങനെയുള്ള ജനങ്ങളുടെ അധ്വാനവും കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കേരളം ഒട്ടാകെ, നാട് മുഴുവനും, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട ഈ വിഷയം നമ്മളും ആഘോഷിക്കാം. ഇനിയൊരു വിഷയത്തിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് വരെ നിങ്ങളുടെ K. ശരവണകുമാർ ഹൃദയപൂർവ്വം നമസ്കാരം, വണക്കം.